നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീനും ഫൈബറും ഫാറ്റും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു 2 മുട്ടയൊക്കെ കഴിക്കുന്നത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടാൻ നല്ലതാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു മുട്ട കഴിക്കാം, വൈകിട്ട് ഒരു മുട്ട കഴിക്കാം. അപ്പോൾ അതിനകത്തുള്ള പ്രോട്ടീൻ പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ വേറൊരു സോഴ്സാണ് നമ്മുടെ ഈ പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതും നമുക്ക് ഒരു പരിധിവരെ ഷുഗർ സ്പൈക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളത് നല്ല പച്ചക്കറികളാണ്, അതായത് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ഇലക്കറികൾ, ചീരയില, മുരിങ്ങയില, അതുപോലെ ബ്രോക്കോളി പോലെയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്ത് പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റൊന്ന് ചെറിയ മീനുകളാണ്. അയല, മത്തി പോലെയുള്ള മീനുകളിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവാതെ ഇരിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാതെ ഇരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും.